കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായെ വിമർശിച്ച് സുപ്രീം കോടതി. ഹൈക്കോടതിയിൽ പോയി ക്ഷമ ചോദിക്കാനും അല്പം വിവേകം കാണിക്കാനും സുപ്രീം കോടതി പറഞ്ഞു. മന്ത്രിയുടെ പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് ചൂണ്ടിക്കാണിച്ചു. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ സംസാരത്തിൽ വിവേകം പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയാണ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തിരുന്നു. വിജയ് ഷായ്ക്കെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ മധ്യപ്രദേശ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് മാൻപൂർ പോലീസാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകി. പരാമർശം മതസ്പർദ്ധയും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതും വ്യക്തമാക്കിയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ചത് വൻ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈയൊരു നടപടി. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. വിവാദമായതോടെ മന്ത്രി വാക്കുകൾ മയപ്പെടുത്തുകയും ചെയ്തിരുന്നു. സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്നു. രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്, മന്ത്രി പിന്നീട് പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിജയ് ഷായെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ബി.ജെ.പിയും ആർ.എസ്.എസും സ്ത്രീവിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ വിജയ് ഷാ സോഫിയ ഖുറേഷിക്കെതിരെ രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അപമാനപ്പെടുത്തുന്നതാണെന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വാദങ്ങൾ ഉയർന്നു വന്നു. ഭീകരരുടെ സഹോദരി എന്നാണ് വിശേഷിപ്പിച്ചത്. അവരെ വിട്ട് തന്നെ ഭീകരെ തീർത്തു കളഞ്ഞു മോദിജി എന്നായിരുന്നു വിജയ് ഷാ പറഞ്ഞത്. എന്തായാലും അതിനെതിരെ കടുത്ത നടപടികളിലേക്കാണ് ഇത്തരത്തിൽ പ്രതിപക്ഷമടക്കമുള്ളവർ കടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാപ്പ് ചോദിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.